നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റികളുടെ കാര്യം തന്നെയാണ്. സെക്യൂരിറ്റികൾ ഓൾറെഡി 2-3 വീഡിയോ ഞാൻ ചെയ്തതാണ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ സെക്യൂരിറ്റി ഡ്രൈവർ കാർഡ്, അതായത് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ ഏജൻസികളിൽ നിൽക്കുന്ന സെക്യൂരിറ്റികൾ വന്നു കഴിഞ്ഞാൽ ഈ റിസോർട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ റിസോർട്ടിൽ 2 സെക്യൂരിറ്റി ഡ്രൈവർ കാർഡുകൾ വേണം. അതായത് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുക, ഡ്രൈവറായിട്ടും പോവുക. അതായത് ഇവിടെ ഈ വരുന്ന വണ്ടികളൊക്കെ എടുത്ത് പാർക്ക് ചെയ്യുക, അതൊക്കെയാണ് ഇത് തന്നെ പണി. അപ്പോൾ വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അയാളും ഒരാൾ ഡേയിലും ഒരാൾ നൈറ്റിലും, അപ്പോൾ പിന്നത്തെ ആഴ്ച ഈ നൈറ്റിൽ നിൽക്കുന്ന ആൾ ഡേയിൽ വരും. അപ്പോൾ ഈ ഡേയിൽ നിൽക്കുന്ന ആൾ നൈറ്റിലും പോകണം. അപ്പം ഇവിടെ ഞാൻ ഈ റമദാൻ റിസോർട്ടിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് സ്ഥിരമായിട്ട് അവന് പകൽ നിൽക്കണം, നൈറ്റിൽ നിൽക്കുന്നതിനെ പകൽ നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെയാണ് അവൻ്റെ ഇടപാടുകളും കാര്യങ്ങളൊക്കെ. കാരണം അവനിവിടെ ഈ സെക്യൂരിറ്റികൾ ഡ്രൈവർ കാർഡുകളൊക്കെ വരുന്നതിന് മുന്നേ നേരത്തെ തന്നെ ഇവിടെ ഈ ഏജൻസി ഇവിടെ വന്ന കാലം മുതൽ ഡിസംബർ മുതൽ അവനിവിടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അവനിവിടെയുള്ള ഈ സ്റ്റാഫുകളൊക്കെ മണി അടിച്ച് പിടിച്ച് കൈ കാലിക്കിട്ട് സോപ്പിട്ട് പിടിച്ച് അവനിവിടെ ഇങ്ങനെ നിൽക്കും. കാരണം അവൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും പാൾട്ടുണ്ടെങ്കിൽ അത് അവൻ പറയില്ല. മറ്റുള്ളവരുടെ പാൾട്ടുകൾ കുറവുകളും കണ്ടുപിടിക്കാനായിട്ട് അവനിങ്ങനെ നടക്കും. ഇത് കുറേ ദിവസമായിട്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുകയായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ കാര്യങ്ങൾ നോക്കുക, അവനോടുമായിട്ട് തട്ടിക്കയറുക. ഇപ്പോൾ എന്നോട് തന്നെ 2-3 വട്ടമായി ഇപ്പോൾ തട്ടിക്കയറുന്നു. ഇന്നലെ ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായി രാവിലെ. അപ്പോൾ ഞാൻ അതിന് ശരിക്കും കണക്കിന് കൊടുക്കുകയും ചെയ്തു. തല്ലിൻ്റെ പക്കോളം എത്തി. പിന്നെ അത് അവിടുത്തെ സ്റ്റാഫുകൾ ഇടപെട്ട് നമ്മുടെ സെക്യൂരിറ്റികളും പിന്നെ ആ കറക്റ്റ് സമയത്ത് ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം ഒഴിവായി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിവിടെ ആരും നിർത്തില്ല, ഇവന് സ്വന്തമായിട്ട് ഇവിടെ നിൽക്കണം. പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കലാണ് ഇവൻ്റെ പണി. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് അവിടുത്തെ ASOയും മറ്റുള്ള വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് സെക്യൂരിറ്റി മാനേജറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ കൊണ്ടുപോയി പാര പണിയുക. എന്നിട്ട് വരുന്നവരെ ഇവിടെ നിർത്താതിരിക്കുക. എത്ര ഡ്രൈവർമാർ ഇവൻ കാരണം ഇവിടെ വന്നിട്ട് പോയി എന്നറിയാം. ഇവനൊരൊറ്റ ദിവസം കാരണം അവനെന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവനത് വിളിച്ച് പറയും. പക്ഷേ അവൻ്റെ കംപ്ലയിൻറ്റ് ആരും കാണാൻ പറ്റില്ല, അത് വിളിച്ച് പറയാനും പറ്റില്ല. അങ്ങനെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അത് ഇവിടെ നിൽക്കുന്ന എല്ലാ ഗാർഡുകൾക്കും അവിടുത്തെ സെക്യൂരിറ്റി മാനേജർക്കും അറിയാം. അതുപോലെ തന്നെ അവൻ എന്താ വെച്ചാൽ പകൽ നിൽക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ പകൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഗസ്റ്റുകളുടെ ബാഗൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവന് ടിപ്പ് കിട്ടും. അപ്പോൾ വേറൊരാൾ നിർത്തിക്കഴിഞ്ഞാൽ ആ ടിപ്പ് അവന് കിട്ടത്തില്ല. അതുപോലെ തന്നെ അവൻ എന്തെങ്കിലും അവിടെ തിരക്ക് പിടിച്ച ഒരു ദിവസമാണ്, ഒരു ഫംഗ്ഷനോ കാര്യമുണ്ട്, അതല്ല ഇനിയും സെക്യൂരിറ്റികളല്ല അവിടുത്തെ ഗസ്റ്റുകൾ അവിടെ റൂമിലില്ല. ഗസ്റ്റുകളൊക്കെ ഓൾറെഡി ചെക്കൗട്ടായിട്ട് പോയതാണെന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ 10 ഉറുപ്പിക പൈസ കിട്ടുമല്ലോ. അവർ സെക്യൂരിറ്റി ഈ ഗസ്റ്റുകളുണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ, എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അവൻ അവിടെ ഇങ്ങനെ വലിയൊരാളാവണം. അപ്പോൾ ഈ ഗസ്റ്റുകൾ ഇല്ലാത്ത സമയത്ത് ഇവൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് പിന്നെ തലവേന, അതല്ലെങ്കിൽ കാലിന് വേന, കൈന് വേന, അല്ലെങ്കിൽ അവൻ്റെ ആരെങ്കിലും ആശുപത്രിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവിടുന്ന് രക്ഷപ്പെടുന്നൊരു പരിപാടിയുണ്ട്. അത് ഇവർക്കൊക്കെ അറിയാം. പക്ഷേ ഇവരൊക്കെ അതിനനുസരിച്ച് തുള്ളാൻ നിൽക്കും. എന്നിട്ട് അതനുസരിച്ച് പിന്നെ നൈറ്റ് ഡ്യൂട്ടി ചെയ്തു തന്നെ പിന്നെ രണ്ടാമത് പിടിച്ച് നിർത്താൻ നിൽക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ പരിപാടി ഇല്ല. നൈറ്റിൽ ഡ്യൂട്ടി ചെയ്യുന്നതിന് പിന്നെ ഡേയിൽ പിടിച്ച് നിർത്തുന്ന പരിപാടി ഇപ്പോൾ ഇല്ല. അപ്പോൾ സ്ഥിരമായിട്ട് ഇവൻ ഡേ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇവന് നൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 2 ആഴ്ചത്തോളമായി ഞാൻ ഇപ്പോൾ ഈ നൈറ്റിൽ തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നു. അതായത് ഇവന് ഡേ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവൻ്റെ ഈ താളത്തിനൊക്കെ തുള്ളാനായിട്ട് നിൽക്കുന്ന ഇവിടുത്തെ സെക്യൂരിറ്റി ഏജൻസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ സെക്യൂരിറ്റി മാനേജറും മറ്റുള്ള ASOയൊക്കെ ഉണ്ടല്ലോ, അവരൊരു കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെ അവൻ്റെ കാര്യത്തിന് തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാലത്ത് ഒരാളെ കിട്ടാനും പോകുന്നില്ല, ഇവനൊരാളെ നിർത്താനും പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് നല്ലത്. കാരണം ഇതൊക്കെ ഇപ്പോൾ എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ്. കാരണം അത്ര നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ശരി, എന്നാൽ എനിക്ക് കൂടുതൽ വർത്താനൊന്നും പറയാനില്ല, നിർത്തുകയാണ്. ഓക്കെ.